ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ നൂറ്റാണ്ടിൽ ഗാന്ധിജിക്ക് എന്താണ് പ്രസക്തി എന്ന്, ഗാന്ധിജിയുടെ പ്രസക്തി എന്താണ് എന്നാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത്. ഗാന്ധിജിയുടെ ഛായാചിത്രവും ഫോട്ടോയുമെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഓഫീസുകളിലും ഭരണ സമിതികളുടെ ഓഫീസുകളിലും ഒക്കെ വെറും അലങ്കാരമായും ഓരോ പട്ടണത്തിലും അതിന്റെ മുഖമുദ്രയായും ഒരു പ്രതിമ സ്ഥാപിച്ചുകൊണ്ടും മാത്രം ഇന്ന് ഒരു അലങ്കാര വസ്തുവിനെ പോലെ മാത്രമാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഗാന്ധിജി, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വളരെ ചെറിയ വാക്കുകളിൽ നാം ഒന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ ഉജ്ജ്വല വാഗ്മിയായ സുകുമാർ അഴീക്കോട്, അദ്ദേഹം സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു ഒരു പ്രഭാഷണ വേളയിൽ സർവകലാശാലയിൽ, നിങ്ങൾക്ക് ടാഗോറാണോ വലുത്, ഗാന്ധിജിയാണോ വലുത്? കലാ സാഹിത്യ അഭിരുചിക്കനുസരിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ആ സർവകലാശാല വിദ്യാർത്ഥികൾ ഒന്നാകെ പറഞ്ഞത്, കലയോടും സാഹിത്യത്തോടുമുള്ള അവരുടെ അഭിനിവേശത്തിൽ അവർ ഒന്നാകെ പറഞ്ഞ മറുപടി ടാഗോറാണ് വലുത് എന്നാണ്. സുകുമാർ അഴീക്കോട് അവരെ നോക്കി ഒരു തിരുത്തൽ നൽകി. വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് തെറ്റുപറ്റി. കാരണം ടാഗോർ എന്നതൊരു വാക്കും ഗാന്ധിജി എന്നത് ഒരു പ്രവൃത്തിയുമാണ്. ടാഗോർ വെറും ഒരു വാക്കായിരിക്കെ ഗാന്ധിജി എന്ന വാക്ക് ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് നാം ഒന്നാം സ്ഥാനത്ത് അലങ്കരിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയാണ് എന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞപ്പോഴാണ് ആ ചരിത്ര വിദ്യാർത്ഥികൾക്കും സാഹിത്യ വിദ്യാർത്ഥികൾക്കും ഈ രാജ്യത്തെ ഏറ്റവും അധികം അനുകരിക്കേണ്ടതും ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കേണ്ടതും മഹാത്മജിയാണ് എന്ന ബോധ്യം PG സ്റ്റുഡൻസിൽ വരെ ഉണ്ടായതെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഗാന്ധിജി വെറുതെ ഒരു അലങ്കാര വസ്തുവായി മാത്രം മാറുന്നുവെങ്കിൽ അതിൽ അതിശയോക്തിക്ക് ഇടമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഗാന്ധിജി ഒരു പ്രവൃത്തിയായി മാറി എന്നതുകൊണ്ട് മാത്രമാണ് ഭാരതത്തിൽ, ഇന്ത്യയിൽ ഗാന്ധിജി ആഘോഷിക്കപ്പെടുന്നതിനേക്കാളും അപ്പുറം ഗാന്ധിജിക്ക് അനുയായികൾ ഉണ്ടായത് വൈദേശിക മേഖലകളിലാണ്. വിദേശത്തായിരുന്നു ആദ്യം ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടായിരുന്നത് എന്നത് ഗാന്ധിജി ഒരു പ്രവൃത്തിയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. എങ്കിലും ഈ നാട് അതിന്റെ ആരംഭകാലം മുതൽ ഗാന്ധിജിയുടെ കാലഘട്ടങ്ങളിൽ തന്നെ ഗാന്ധിജി ഒരു പ്രശ്നമാണെന്ന് കരുതിയവരുണ്ട്. ഗാന്ധിജി രാജ്യത്തെ ചലിപ്പിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് രാജ്യത്തിനൊരു പ്രശ്നമാണെന്ന് ആദ്യകാലം സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ തന്നെ പറഞ്ഞുറപ്പിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരുടെ പേര് വിവരം ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ പറഞ്ഞു ഇയാൾ നാട്യക്കാരൻ മാത്രമാണ്. ഈ ഗാന്ധിജി അദ്ദേഹത്തിന് കുബുദ്ധിയാണ്, കുടുംബബുദ്ധിയാണ്, ചെറിയ മനസ്സുള്ളവനാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെയും ഈ ജനതയെയും ഒക്കെ വഞ്ചിക്കുന്നവനാണ്. യുക്തിരഹിതനായ ഈ ഫക്കീറിന്റെ കപടനാട്യക്കാരനായ ഈ ഫക്കീറിന്റെ പിന്നാലെ നടന്നാൽ ഈ രാജ്യം അധോഗതിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞവരുണ്ട്. അതിനുമപ്പുറം ഗാന്ധിജി ചതിയനാണെന്ന് വരെ രാഷ്ട്രീയ നേതാക്കളിൽ ഉന്നതരായ ചില രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയുടെ ജനതയോട് പറഞ്ഞു എന്നത് വാസ്തവമാണ്. എന്നാൽ വിശ്വപൗരന്മാര് ആ കാലഘട്ടങ്ങളിൽ തന്നെ, വിശ്വപൗരന്മാർ എന്ന് പറഞ്ഞാൽ വിശ്വ സാഹിത്യകാരന്മാർ, ലോകോത്തര മഹത് വ്യക്തിത്വങ്ങൾ, ലോകപ്രശസ്തരായ ആത്മീയ നേതാക്കൾ, അവർ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്, ജേസ് ഹോൺ എന്ന പ്രശസ്തനായ വ്യക്തി പറഞ്ഞത്, ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങൾ കേട്ട് ക്രിസ്തുവിനോളം ഉയരുവാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായി പോലും
ഗാന്ധിജി മാറുന്നില്ലേ എന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ സന്ദേഹിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ അത്രത്തോളം ഉയർന്നുവെന്ന്. ബർണാഡ് ഷാ പറഞ്ഞു, ഇതുപോലെ നന്മ കവിഞ്ഞൊഴുകുന്ന ഒരു വ്യക്തിയെ ഈ ഭൂമുഖത്ത് ഇനി ഒരിക്കലും കാണാൻ സാധ്യമല്ലാത്ത വിധം നന്മ കവിഞ്ഞൊഴുകുന്ന വ്യക്തിത്വമാണ് ഗാന്ധിജി എന്ന് ബർണാഡ് ഷാ പറയുമ്പോൾ ലോക ജനത ഒരിക്കലും അവഗണിക്കാത്ത വ്യക്തിത്വമാണെന്ന് മാർട്ടിൻ ലൂതർ കിങ് എന്ന ലോകപ്രശസ്തനായ ആത്മീയ നേതാവ് പറയുകയും ലോകത്തെ എക്കാലത്തെയും ഏറ്റവും പ്രശസ്തരായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്, വരും തലമുറകൾക്ക് വിശ്വസിക്കാനാവാത്തത്ര വിധം അത്ര വലിയ മഹാനാണ് ഗാന്ധിജി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഉദ്ഘാടക പ്രസംഗകൻ പറഞ്ഞതുപോലെ ഗാന്ധിജി ജന്മം കൊണ്ട് മഹാത്മാവായതല്ല, ജന്മം കൊണ്ട് ഇന്ത്യയുടെ ഓരോ ഹൃദയങ്ങളിൽ ജനസമക്ഷം ജനഹൃദയങ്ങളിൽ ചേക്കേറിയതല്ല, പിന്നെയോ പ്രവൃത്തി കൊണ്ട്, കർമ്മം കൊണ്ട്, ജീവിത സബര്യ കൊണ്ട് ഈ രാജ്യത്തിന്റെ ഓരോ മനുഷ്യരുടെയും നല്ലവരായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ചേക്കേറുവാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത്. ഗാന്ധിജിയുടെ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന് എക്കാലത്തും ഹിംസയോട്, കൊലപാതകത്തോട് അദ്ദേഹം എന്നും അശാന്തി പ്രകടിപ്പിച്ച വ്യക്തിയാണ്. കാരണം മനുഷ്യനെ കൊന്നിട്ട് ഏത് മഹത്തായ മൂല്യമാണ് രാജ്യത്ത് കൊണ്ടുവരാനുള്ളത് എന്ന് എപ്പോഴും ലോക ജനതയോടും രാഷ്ട്രത്തോടും ചോദിച്ചുകൊണ്ടിരുന്നയാളാണ് മഹാത്മാഗാന്ധി. മനുഷ്യനെ കൊന്നിട്ട് അതിനേക്കാൾ വലിയ ഏത് മൂല്യമാണ് ഈ രാജ്യത്ത് കൊണ്ടുവരാനുള്ളത്? അതുകൊണ്ട് ഹിംസിക്കുന്ന പക്ഷക്കാരുടെ പക്ഷത്തല്ല ഞാൻ, അഹിംസയുടെ പക്ഷത്താണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി അഹിംസയുടെ നേതാവായി മാറി. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ സ്വാതന്ത്ര്യത്തോട് അടുത്തപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ മുന്നണി പോരാളിയായി നിൽക്കുന്ന നേതാക്കൾ, ആ നേതാക്കളിൽ ചിലരൊക്കെ ഇന്ത്യ രണ്ടാകണമെന്ന് അതിയായി മോഹിച്ചു. കാരണം അധികാരം തങ്ങൾക്ക് ലഭിക്കില്ല എന്ന തിരിച്ചറിവിൽ, അധികാര കസേരയാണ് ആദ്യം പ്രഥമമെന്ന തിരിച്ചറിവിൽ അവർ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയപ്പോൾ മഹാത്മജി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ വിഭജനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ വിഭജനത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില നിങ്ങൾക്കൊരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത വിധം അത്ര വലിയ ക്രൂരതയ്ക്കായിരിക്കും നിങ്ങൾ സമ്മതം മൂടുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ത്യയെ വിഭജിക്കരുത് എന്ന് മഹാത്മജി പറഞ്ഞു. എങ്കിലും മഹാത്മജിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും ആ നേതാക്കൾ വില കൊടുത്തില്ല. സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. സംഭവിച്ചത് ഇന്ത്യ രണ്ടായി മാറി. ആ ഇന്ത്യ രണ്ടായി മാറിയപ്പോൾ സംഭവിച്ചത് കിഴക്കൻ പഞ്ചാബിൽ നിന്നും പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് തിരിച്ചുമൊക്കെ ട്രെയിൻ യാത്രയിൽ ലക്ഷക്കണക്കിന് ശവങ്ങളാണ് ട്രെയിനിൽ വന്നത്. കോടിക്കണക്കിന് അഭയാർത്ഥികളാണ് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും യാത്ര ചെയ്യേണ്ടി വന്നത്. അത് വസ്തുതയാണ്. കോടിക്കണക്കിന് അഭയാർത്ഥികളും ലക്ഷക്കണക്കിന് ശവങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു രാജ്യമായി മാറിയപ്പോൾ സിറ്റി ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ ഇടമായി ഡൽഹി മാറി എന്നതാണ് ചരിത്രം. ഈ മരിച്ചവരുടെ ഇടമായ ഡൽഹിയെ തിരിച്ചു പിടിക്കാൻ ഒരേ ഒരാൾക്ക് ഇന്ത്യയിൽ സാധ്യമാകൂ എന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവിനും നെഹ്റുവിനും അറിയാമായിരുന്നു. അവർ രണ്ടുപേരും മഹാത്മജിയെ സമീപിച്ചു പറഞ്ഞു, അങ്ങയുടെ ആശയമായിരുന്നു നടപ്പാകേണ്ടത്, എന്നാൽ ഇവിടെ സംഭവം തിരിച്ചു വന്നിരിക്കുന്നു. എങ്കിലും അങ്ങേക്ക് മാത്രമേ ഈ രാജ്യത്ത് സമാധാനം കൊണ്ടുവരാൻ സാധ്യമാവൂ. അതുകൊണ്ട് 78 വയസ്സുള്ള അങ്ങ്, ഫക്കീറായ അങ്ങ്, വെറും 50 കിലോ തൂക്കം മാത്രമുള്ള അങ്ങ് ഇനിയും ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക്, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിക്കുന്ന ഈ രാജ്യത്ത്
അങ്ങേ ആവശ്യമുണ്ട് എന്ന് അവർ കരുതുകയും പറയുകയും ചെയ്തു. തന്റെ ആശയത്തെ മുഖവിലിക്കെടുക്കാത്തതുകൊണ്ട് ഗാന്ധിജി അവരുടെ ആവശ്യം നിരാകരിക്കുകയല്ല ചെയ്തത്, മറിച്ച് മരണം വരെ ഉപവാസം എടുത്തുകൊണ്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും സമാധാനം ഉണ്ടാകുമെങ്കിൽ മരണം വരെ താൻ ഉപവസിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് വരികയും രാജ്യം ശാന്തമാവുകയും ചെയ്തു എന്നത് പരമാർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഗാന്ധിജിയുടെ സ്വപ്നങ്ങളും ഗാന്ധിജിയുടെ തത്വങ്ങളും ഈ കാലഘട്ടത്തിലും അനിവാര്യമാണ്. വിഭജനത്തെ കുറിച്ച് സ്വതന്ത്ര ഇന്ത്യയിലെ പല ഭരണാധികാരികളും പല രാഷ്ട്രീയ നേതാക്കളും ഇന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലും ആകമാനമുള്ള രാഷ്ട്രീയ നേതാക്കൾ ചിലരെങ്കിലും വിഭജനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മതപരമായ വിഭജനം ഈ രാജ്യത്ത് നടക്കണമെന്ന്, എങ്കിൽ മാത്രമേ തങ്ങൾക്ക് അധികാരം ലഭിക്കൂ അഥവാ അധികാരം നിലനിർത്താൻ കഴിയൂ എന്ന് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മേൽത്തട്ടുകാരിൽ പലരും ചിന്തിക്കുന്നു. ഗാന്ധിജി എന്തിനെ എതിർത്തോ അതിവിടെ സംഭവിക്കണം. ഇവിടെ മതപരമായി വിഭജിക്കപ്പെടണം, ഇവിടെ സംസ്ഥാനങ്ങൾ തമ്മിൽ വിഭജിക്കപ്പെടണം, ഇവിടെ പ്രാദേശികമായ താല്പര്യങ്ങൾ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, രാമൻ റഹീമാണെന്ന് പറഞ്ഞ ഗാന്ധിജി, രാമൻ മാത്രമല്ല രാമൻ റഹീമാണെന്ന് കൂടി പറഞ്ഞ ഗാന്ധിജി, ഈശ്വര അല്ലാ തേരേ നാം, ഓ ഈശ്വര അങ്ങയുടെ പേര് അല്ലാ എന്ന് കൂടിയാണല്ലോ. എന്ന് വെച്ചാൽ എല്ലാവരും ഈ മനുഷ്യർ ആരെയൊക്കെ വിളിക്കുന്നു അവരെല്ലാം അങ്ങാകുന്ന ഏക സത്യമാണല്ലോ എന്ന് പറഞ്ഞ മഹാത്മജി വിഭജനത്തെ എന്നും എതിർത്തിരുന്ന മഹാത്മജി ഇന്ന് ഈ ഭാരതത്തെ, ഈ ഇന്ത്യയുടെ ജനങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വിഭജനമല്ല. വിഭജനത്തെ കുറിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ ഏതെങ്കിലും ഭരണാധികാരിയോ ഇനിയും ഉച്ചത്തിൽ പറഞ്ഞാൽ അവർ ഈ രാജ്യത്തെ കൊലയ്ക്ക് കൊടുക്കാനുള്ള, കുരുതി കൊടുക്കാനുള്ള ഏറ്റവും അവസാനത്തെ മനുഷ്യരാണ്, കാടത്വം നിറഞ്ഞ മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിഭജനത്തെ കുറിച്ച് പറയുന്ന, മതത്തെ കുറിച്ച് വേർതിരിവോടെ ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും ഭരണാധികാരികളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യം മതേതര രാജ്യമാണെന്നും ഈ രാജ്യത്ത് എല്ലാവരും ഇന്ത്യക്കാരെന്ന നിലയിൽ ഒരുമിച്ച് ജീവിക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ, സന്തോഷത്തിൽ ജീവിക്കാൻ കടപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവിൽ നമ്മൾ ഗാന്ധിസത്തെ വീണ്ടും ഒരിക്കൽ കൂടി തിരികെ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോടെ പ്രിയപ്പെട്ടവരെ, ഈ ഒക്ടോബർ 2-ാം തീയതി നമ്മൾ ഇവിടെ ഒരുമിച്ച് ഒരു ഏകദിന ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തോട്, ഈ ഇതിന്റെ അന്തരീക്ഷത്തോട് പറയുകയാണ്, വേറിടുന്ന, വിഭജിക്കുന്ന, അഹിംസയിലൂടെ മുന്നേറുന്ന ഒരു ജീവിതശൈലികളിലൂടെ ഞങ്ങൾ ഈ നാടിന് ഞങ്ങളുടെ സംഭാവനകൾ ചെയ്യുമെന്ന് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും വിഭജിതമാകാത്തൊരു ഇന്ത്യയെ, മതേതര ഇന്ത്യയെ സ്വപ്നം കണ്ടുകൊണ്ട് കൂടുതൽ മതേതരത്വത്തിന്റെ, മനുഷ്യത്വത്തിന്റെ പാതയിലൂടെ രാജ്യം മുന്നേറണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിന്റെ ഏറ്റവും അടുത്ത ചുവടുവെപ്പായി ഈ ഏകദിന ഉപവാസവും സാംസ്കാരിക സദസ്സും മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സെന്റ് മേരീസ് ചർച്ച് ഇന്ത്യ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മതേതര ഇന്ത്യ, ലഹരിമുക്ത ഇന്ത്യ എന്ന ഈ പരിപാടിയിൽ ഏകദിന ഉപവാസത്തിലും മതസൗഹാർദ്ദ സമ്മേളനത്തിലും അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ചാക്കോ കുടിപ്പറമ്പിലച്ഛന്